തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം പൊതുവെ വിഷു ചിത്രങ്ങളിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഒരു ലെവലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ ചിത്രങ്ങളിലെയും കളക്ഷൻ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പൊതുവെ ഇന്നലെ പരിശോധിച്ച് കഴിയുന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. വർക്കിംഗ് ഡേയെ സംബന്ധിച്ച് അറിയാമല്ലോ, കളക്ഷൻ വളരെ കുറയാനാണ് സാധ്യത. പക്ഷേ ചില ചിത്രങ്ങൾ നോക്കുമ്പോൾ വലിയ കളക്ഷൻ കുറവായിട്ട് കാണുന്നില്ല. പക്ഷേ ചില ചിത്രങ്ങളുടെ കളക്ഷൻ വല്ലാതെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് ആ കളക്ഷനിൽ നിന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം പൊതുവെ ഇന്നലെ ഇറങ്ങിയ ചിത്രങ്ങളിൽ നമുക്കറിയാം, ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജിംഖാന, ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം തന്നെയാണ് ഇപ്പോഴും മികച്ച പ്രകടനവുമായിട്ട് മുന്നിൽ നിരയിൽ നിൽക്കുന്നത്. അവർ നേടിയത് 3,07,00,000 രൂപയാണ് നേടിയത്. ഏകദേശം അത് ഒരു 20% ഇടിവ് തലേ ദിവസത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുമാലും മികച്ച പ്രകടനമായിട്ട് അതും മുന്നിൽ തന്നെ നിൽക്കുന്നു. ഇന്നലെ വിറ്റുപോയ ടിക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90,020 ടിക്കറ്റോളം വിറ്റുപോയിട്ടുണ്ട്. അപ്പം മികച്ച ഒരു പ്രകടനം, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയെ സംബന്ധിച്ചൊരു മികച്ച പ്രകടനം തന്നെ ആ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം മറ്റൊരു ചിത്രമാണ് മരണമാസം. മരണമാസത്തെ സംബന്ധിച്ച് ഇന്നലെ മികച്ചൊരു പ്രകടനം തന്നെ മരണമാസം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. മരണമാസം 1,44,00,000 രൂപയാണ് ഇന്നലെ. 1,44,00,000 രൂപയാണ് മരണമാഫിന് ഇന്നലെ ഉണ്ടായത്. അപ്പം മരണമാഫിനെ സംബന്ധിച്ചൊരു മികച്ചൊരു കളക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റിലീഫിൻ ഡേറ്റിൽ പോലും 1,01,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തത്. പക്ഷേ ഇത് വർക്കിംഗ് ഡേ വന്നപ്പം 1,44,00,000 റേഞ്ചിലേക്ക് വന്നു. അതൊരു മികച്ച പ്രകടനമായിട്ട് തോന്നുന്നു. കാരണം മരണമാഫിൻ്റെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസത്തെ കളക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചൊക്കെ തന്നെയാണ്. അതിന് വലിയൊരു ഇടിവ് നേരിട്ടായിട്ട് തോന്നുന്നില്ല. അതുപോലെ ടിക്കറ്റിൻ്റെ എണ്ണത്തിൽ 25,880 ടിക്കറ്റ് ഇന്നലെയും മരണമാഫിന് വിൽക്കാൻ പറ്റിയിട്ടുണ്ട് 24 മണിക്കൂർ. ബുക്ക് മൈ ഷോയിലെ കണക്കാണ് ഞാൻ പറയുന്നത്. അതുപോലെ മറ്റൊരു ചിത്രമാണ് നമ്മുടെ ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം. എനിക്ക് തോന്നുന്നു ഈ ഏപ്രിൽ 10 ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയവും ബഫൂക്കയെ പറ്റിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ചിത്രം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ആ ചർച്ചയ്ക്കനുസരിച്ചുള്ള പ്രകടനം ഈ ചിത്രം കാഴ്ചവെച്ചില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. ഇന്നലെ ബഫൂക്കയെ സംബന്ധിച്ച് 1 കോടിക്ക് താഴെയുള്ള കളക്ഷനാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 82,00,000 രൂപയാണ് ബഫൂക്ക ഇന്നലെ നേടിയതായിട്ട് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തിയേറ്ററുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ഷോ ഓടിയിട്ടുള്ളതും ഈ ബഫൂക്ക തന്നെയാണ്. പക്ഷേ ചിത്രം അങ്ങോട്ട് വർക്കിംഗ് ഡേ ആയപ്പം വളരെ താഴ്ന്ന നിലവാരമാണ്. ഇപ്പോഴത്തേക്കും വലിയ നേരിലുള്ള ഇടിവാണ്. എനിക്ക് തോന്നുന്നു റിലീഫിൻ്റെ ഡേറ്റിലെ 3,20,00,000 കളക്ട് ചെയ്ത ഈ ചിത്രം അതിനുശേഷം തുടർച്ചയായിട്ട് ഇടിവ് നേരിട്ടിപ്പം 82,00,000 എന്ന് ടോട്ടൽ വന്ന് നിൽക്കുകയാണ്. ബഫൂക്ക നേടിയിരിക്കുന്നത് 11,31,00,000. വേറെ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. ആലപ്പുഴ ജിംഖാന നേടിയിരിക്കുന്ന 19,07,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന്. ആലപ്പുഴ ഈ ബഫൂക്ക നേടിയിരിക്കുന്നത് 11,31,00,000. അതുപോലെ മരണമാഫ് നേടിയിരിക്കുന്നത് 9,42,00,000 രൂപയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശ കണക്കുകൾ. അപ്പം ഏകദേശം എല്ലാം വ്യക്തമാണ്. മലയാളത്തിലെ ഒരു ചിത്രം കൂടി ഇന്നലെ കേരളത്തിൽ തന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നൊരു ചിത്രമുണ്ട്, നമ്മുടെ എമ്പുരാൻ, ലാലേട്ടൻ്റെ എമ്പുരാനും ഇന്നലെ സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തന്നെ നേടി. എമ്പുരാനെ സംബന്ധിച്ച് 20ാമത്തെ ദിവസം ആണ്. എമ്പുരാൻ ഇന്നലെ വിറ്റുപോയ ടിക്കറ്റ് എന്ന് പറയുന്നത് 7,270 ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. ബഫൂക്കയുടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ 12,430 ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. 12,000 ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നു. ബഫൂക്ക 12,430 ടിക്കറ്റ് വിറ്റപ്പം എമ്പുരാൻ 20 ദിവസത്തിന് ശേഷവും 7,270 ടിക്കറ്റ് ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ ചിത്രം വ്യക്തമാണ്. എമ്പുരാൻ ഇന്നലെ നേടിയത് 35 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ്. അങ്ങനെ എമ്പുരാൻ്റെ കളക്ഷൻ ഏകദേശം
85 ലക്ഷത്തിന് മുകളിൽ 85 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ട് അറിയുന്നു. ഏകദേശം 86 കോടിയിലേക്ക് കടക്കാൻ എമ്പുരാൻ ഒരുങ്ങി തന്നെയാണ്. അപ്പോൾ ഇനി 3-4 കോടിക്കടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് എമ്പുരാൻ മാറുകയും ചെയ്യും. ഈ മലയാളത്തിൽ നിന്ന്, അത് പ്രത്യേകം പറയാൻ, കേരളത്തിൽ നിന്ന് ഈ ലോകമെമ്പാടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എമ്പുരാനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ നിന്നൊരു ചിത്രമുണ്ട്, മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറയുന്നത് എന്ന ചിത്രമാണ്. 89 കോടി 20 ലക്ഷം. അത് മറികടക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എമ്പുരാൻ. അത് എത്രയും പെട്ടെന്ന് മറികടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഇതിനിടയിൽ നമ്മുടെ ഡീനോ ഡെന്നീഫ് എന്ന് പറയുന്ന ബഫൂക്കയുടെ സംവിധായകൻ്റെ ഈ ബഫൂക്ക ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ആരാധകരോടുള്ള എതിർപ്പിനേക്കാളും കൂടുതൽ ഈ സംവിധായകനോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പോസ്റ്റ് ആ സമയത്തെല്ലാം യൂട്യൂബുകളായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കിക്കഴിഞ്ഞപ്പം ഡീനോ ഡെന്നീഫ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യും. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വളരെ വൾഗറായിട്ട് മോഹൻലാലിനെയും ലിയോ ജോസ് പല്ലിശ്ശേരിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ലിജോയുടെ ചിത്രം വാലിബൻ ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. ആ വാലിബൻ എന്ന് പറയുന്നത് പൊട്ടപ്പടവാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തിപരമായിട്ടും അധിക്ഷേപിച്ചാണ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡീനോ ഡെന്നീഫ് എന്ന് പറയുന്ന വ്യക്തി അത് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പം ബഫൂക്ക ഇറങ്ങിയതിന് ശേഷം ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിലെല്ലാം കറങ്ങി നടക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് വിശ്വാസം വന്നില്ല ഇത് ഡീനോ ഡെന്നീഫ് പോസ്റ്റ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ പടച്ചു ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമ പ്രത്യേകിച്ച് സംവിധാനം ചെയ്ത ഒരു വ്യക്തിയുടെ പടം ഇറങ്ങിക്കഴിയുമ്പം സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അങ്ങനെ പടച്ചു വിട്ട കാര്യമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഒറിജിനൽ തന്നെയാണ് എന്നാണ് ഡീനോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞേക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ലിയോ വാലിബൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പം അത് സാമാന്യം നല്ല രീതിയിൽ പൊട്ടിയൊരു ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം അയാൾ ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്ന് കൃഷ്ണമൂർത്തി എന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു: MIR എന്ന് വെച്ചാൽ ആരാണെന്നറിയാം. ഒറ്റ സിനിമ കൊണ്ട് ടോപ്പ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ഒരു കോമാളിയാകാനും തുടങ്ങി. ഒരാളെ വെച്ച് പണമെടുത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻഡസ്ട്രി മൊത്തം നാറി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പോസ്റ്റാണ് ഡീനോ ഡെന്നീഫ് എന്ന് പങ്കുവെച്ചത്. അന്ന് ഈ പോസ്റ്റ് പങ്കുവെക്കാനുള്ള കാരണം ആയിട്ട് ഡീനോ ഡെന്നീഫ് എന്ന് പറയുന്നത് വ്യക്തി ഇപ്പം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയതിന് ശേഷം, ബഫൂക്ക ഇറങ്ങിയതിന് ശേഷം, അന്ന് ഡീനോ ഡെന്നീഫ് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിക്കൊന്നും അറിയാൻ വയ്യാത്തത്. പക്ഷേ ബഫൂക്ക ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിലൊരു ദിവസം എൻ്റെ ഫാദറുമായി തല്ലുപിടിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ആ സമയം ഫോണുണ്ടായിരുന്നു. കൈ തട്ടി ആ പോസ്റ്റ് ഷെയറായിപ്പോയി. ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ കസിൻ എന്നെ വിളിച്ച് പറയുകയും ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. കാരണം തല്ലി പിടിച്ചുകൊണ്ടിരുന്നപ്പം ഫോണിൻ കൈ തട്ടി ഒരു പോസ്റ്റ് അങ്ങ് തൻ്റെ പേരിൽ ഷെയറായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഏതായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും നമുക്കത് പ്രശ്നമായിട്ട് വീണ്ടും ഭാവിയിലുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുപോലെ കല്ലൂർ ഡെന്നീഫ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ തിരക്കഥാകൃത്ത്, അദ്ദേഹത്തെ പറ്റി ആർക്കും മോശം അഭിപ്രായമൊന്നുമില്ല. പല പുതുമുഖ സംവിധായകർക്കും പുതുമുഖ നായകന്മാർക്കും ഒക്കെ അവസരം ഉണ്ടാക്കിയ ഒരു സമയത്ത് കല്ലൂർ ഡെന്നീഫിൻ്റെ തിരക്കഥയിൽ നിന്നായിരുന്നു മലയാള സിനിമ ജീവിച്ചത് എന്ന് പറയാം. ആ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള തിരക്കഥാകൃത്തിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ആയിരിക്കും പാഷൻ. അങ്ങനെ പാഷനായിരിക്കുന്ന ഒരു വ്യക്തി മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു നടനെയും, അതും ലാലേട്ടനെ പോലുള്ള നടനെയും അതുപോലെ ലിയോയെ പോലുള്ള സംവിധായകനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ മോശപ്പെട്ട പ്രവണതയാണ്. അദ്ദേഹത്തിന് ബഫൂക്കയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഈ ആരാധകർ, മോഹൻലാലിൻ്റെ ലിയോയുടെ ആരാധകരായാലും മോഹൻലാലിൻ്റെ ആരാധകരായാലും ഏറ്റവും കൂടുതൽ കുറ്റമായിട്ട് എനിക്ക് തോന്നിയത് ഡീനോ ഡെന്നീഫിൻ്റെ ഈ പ്രവൃത്തി തന്നെയാണ്.
അപ്പം ഈ ചിത്രത്തെ ഇത് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചു. ഈ ചിത്രത്തിൽ ഈ സോഷ്യൽ മീഡിയ ഈ പോസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഈ പോസ്റ്റ് കണ്ടപ്പോഴും ഞാനന്നേരം വിചാരിച്ചു ഇത് ചുമ്മാ ഫേക്ക് ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് കൃത്യമാണെന്നുള്ളത് ഡിനോ തന്നെ പറയുന്നു. അത് അതിനുശേഷം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമല്ലേ? അപ്പോഴത്തേന് എല്ലാം വൈറലായി, ആൾക്കാർ ആ പോസ്റ്റ് കെട്ടിയിട്ടു. പിന്നെ തങ്ങളുടെ വീട്ടിൽ ഭയങ്കര സൈബർ അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം ഇപ്പം ബഫൂക്ക പിന്നെ റിലീസ് ആയതിനു ശേഷം വീണ്ടും അത് ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണെന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഏതായാലും അതിനുശേഷം ലിയോയുമായിട്ട് വിളിച്ച് സംസാരിച്ചെന്നും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാനത് അറിയാതെ പോസ്റ്റ് ചെയ്ത്, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഡിനോയുടെ പ്രതികരണം. അത് ബഫൂക്ക എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിച്ചൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന ആരാധകരെല്ലാം ഈ ചിത്രത്തിൻ്റെ പരാജയം ഈ ഒരു പോസ്റ്റിലൂടെ മാത്രം, മോഹൻലാലിനെ അതിനകത്ത് ഇട്ടേക്കുന്ന ഒരാളെ വെച്ച് പടമെടുത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻഡസ്ട്രി മൊത്തം നാറി എന്നുള്ള രീതിയിലായിരുന്നു ഈ പോസ്റ്റ് ഇട്ടിരുന്നത്. അതാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ആരാധകർക്ക്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. അത് അവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു എന്ന് മാത്രമേ ഈ ബഫൂക്കയെ സംബന്ധിച്ച് ഇത്രയും നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർമാരും നമ്മുടെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടൊരു മറുപടിയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, ബൈ.